എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റി ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ 25,489 എന്ന് 25,431. വലിയ ഇറക്കമില്ല, എന്നാലും ഒരു 60 പോയിന്റോളം ഇറങ്ങി. അതിനുശേഷം പിന്നെ വലിയ മൂവ്മെന്റ് ഇല്ലായിരുന്നു. ലാസ്റ്റ് ടൈമിൽ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. ഇപ്പോൾ നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഡേ ചാർട്ട് നോക്കുക, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇത് ഹൈ റേഞ്ചിലാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 3 ഡേയ്സിലായിട്ട് ഡൗൺ ഓപ്പണിംഗ് വരുന്നു, ഹൈയിൽ ക്ലോസിങ് വരുന്നുണ്ട്. അപ്പം ഇന്നാണെങ്കിൽ ഓപ്പണിംഗ് ലോ എനിക്ക് തോന്നുന്നു സെയിം ആണെന്ന് തോന്നുന്നു. ഓപ്പൺ ലോ സെയിം ആണ്. അതിനുശേഷം ആ ലോ അടിച്ചിട്ടില്ല. അതിനുശേഷം ഇന്ന് അപ്പർ റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെ ചിലപ്പോൾ നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് മാർക്കറ്റിൽ അപ്പിലോട്ട് കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. നാളെ കഴിഞ്ഞുള്ള അറിയത്തില്ല. നാളെ മൂവ്മെൻറ്റ് വന്നെന്ന് പറഞ്ഞാലും ഈ 25,700 ഈ റേഞ്ച് വരുമ്പോൾ സെല്ലിങ് ചാൻസ് ആണ് വീണ്ടും കാണിക്കുന്നത്. 150-200 പോയിന്റ് ചിലപ്പോൾ പ്ലസ്സിൽ കാണിച്ചിട്ട് ഹൈ അടിച്ചാൽ ഉറപ്പായിട്ടും തിരിച്ചിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം. ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അപ്പ് റേഞ്ചിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് 3 ഡേയ്സിലെ നോക്കിയാൽ മതി. ഇന്നത്തെ നല്ല ഹെവി മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഹെവി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനെക്കാട്ടി നല്ല മൂവ്മെൻറ്റ് കാണിച്ച് ഹൈയിൽ ക്ലോസ് ആയി. നാളെ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കാണിച്ചിട്ട് ഓൾ ടൈം ഹൈ അടിക്കാൻ ചാൻസ് കൂടുതലാണ് നാളത്തെ. ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നാളെ ഈ ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം ഓൾ ടൈം ഹൈ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ മിഡ് ക്യാപ്പ് ആണെങ്കിൽ താഴോട്ടാണ് വന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പിനകത്തൊക്കെ നല്ല സെല്ലിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നല്ല BSE ട്രെൻഡ് അങ്ങനെയൊക്കെ പറയുന്ന നല്ല നല്ല ഷെയർസിനകത്തൊക്കെ നല്ല സെല്ലിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഷെയർസിനകത്തൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്, അവരുടെ Q1 റിസൾട്ടിനെ പറ്റിയുള്ള ഓരോ കമ്പനികളുടെയും ഇതാണ് അവലോകനം വന്നപ്പോൾ അത് നെഗറ്റീവായിട്ട് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്രഷറാണ് ആ ഷെയറിനകത്തൊക്കെ ഉള്ളത്. മിഡ് ക്യാപ്പിൽ നല്ല സെല്ലിംഗ്. മിഡ് ക്യാപ്പ് നമ്മൾ പറഞ്ഞ റേഞ്ചിൽ നിന്ന് താഴെ പോയി. 13,500 ഒന്നും എനിക്കറിയില്ല. പക്ഷേ 13 മിഡ് ക്യാപ്പിൻ്റെ ഹൈ ഇത് 13. യെസ്, ഈ ഒരു ക്യാൻഡിൽ അത് ഇവിടെ നോക്കിയാൽ H എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ നോക്കിയാൽ 13,537 വരെ വന്ന. അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ഇറക്കമാണ്. ഓക്കെ, ഈ റേഞ്ച് 13,500 600 റേഞ്ചാണ് സെല്ലിങ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് അതുപോലെ നിഫ്റ്റി ആണെങ്കിലും ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 600-700 റേഞ്ച് വന്നാൽ വീണ്ടും ഇവിടുന്ന് സെല്ലിങ് വരും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 58-59 റേഞ്ചിൽ നിന്ന് വീണ്ടും സെല്ലിങ് വരും. ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ ആ റേഞ്ചിലോട്ട് പോകാനേ ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ ആയിട്ടുള്ളൊരു ഇതാണ്. ഇഷ്ടമുള്ളവർക്ക് അത് സ്വീകരിക്കുക, അതല്ലാത്തവർക്ക് ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന ഷെയറുകളല്ല. ഇതിനകത്തൊക്കെ കുറേ ഷെയറിനകത്ത് ഈ പ്രത്യേകിച്ച് F&O ഷെയർസ് എനിക്കൊന്നു എല്ലാ ഷെയറിനകത്തും നല്ല ചാൻസ് ആയിരുന്നു. ബാക്കി ഇതിനകത്ത് കിടക്കുന്ന ഷെയർസിനകത്തും കുഴപ്പമില്ലാത്ത ചാൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഷെയറുകൾ നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ നമ്മളെടുത്ത ഷെയർസിനകത്ത് നമ്മൾ പറയുന്ന റേഞ്ച് വരുന്നാൽ അവിടുന്ന് നമുക്ക് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. ഇന്നും അതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു 3-4 ഷെയറും ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതും ഇടയ്ക്ക് വീഡിയോ ഫുൾ കാണുന്നവർക്ക് അത് 3 അല്ലെങ്കിൽ 4 ഷെയർ പറയുന്നത് കിട്ടും. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലെ നമുക്ക് നല്ല ചാൻസ് തന്നിരുന്ന ഒരു ഷെയർ ഈ KRN എന്ന് പറയുന്ന ഷെയർ
ഇവിടെ നോക്കിയാൽ KRന് പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈ റേഞ്ചാണ്. പ്രീവിയസ് ഡേ ഹൈ റേഞ്ച് ഇവിടെ നോക്കിയേ, ഇവിടെ 943 മുകളിൽ പോയി. അതിനുശേഷം അടുത്ത റേഞ്ചിലോട്ട് പോകുന്നില്ല, പോകാതെ തന്നെ ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. 942 അത് 2-3 ക്യാൻഡിലെ തന്നെ 22 വരെ വന്നു, 20 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് ഹൈ അടിക്കുന്നില്ല, പക്ഷേ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടുന്ന് വീണ്ടും എടുത്താൽ വീണ്ടും നമുക്കൊരു 16-17 രൂപ പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നു. നല്ല അടിപൊളി ചാൻസ് അവിടെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3-4 ഷെയർ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വേറെ നമുക്കൊരു ഷെയർ ഉള്ളതെന്ന് പറയുന്നത് PC ജൂലർ തന്നില്ല, JGChem തന്നിട്ടില്ല. അതുപോലെ റിലാക്സോയും തന്നില്ല. ഈ ഫ്ലെയർ LGHLനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. LGHL ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഒരു ഷെയറിൻ്റെ ഒരു റേഞ്ച് നോക്കാം. നമുക്ക് നാളെ നൗക്കരി എന്ന് പറയുന്ന ഒരു ഷെയർ, നൗക്കരി എന്ന് പറയുന്ന ഷെയർ നമ്മുടെ പുതിയ ഇത് രീതി വെച്ചിട്ടാണെങ്കിൽ 1490, 1500 റേഞ്ച് സെല്ലിങ് ഏരിയയാണ്. അപ്പോൾ ഈ റേഞ്ചിനുള്ളിൽ കയറി വന്നാൽ അവിടെ നിന്ന് ഒരു പ്രാവശ്യം സെല്ലിങ് വരിക ഷെയറിന്. അപ്പോൾ ആ ഷെയറിന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇന്നത്തെ ദിവസം ചാൻസ് എന്ന ഷെയർ, ഇതിന് ഫ്ലെയർ എന്ന് പറയുന്ന ഷെയർ നോക്കട്ടെ. ഫ്ലെയറിനകത്ത് നല്ല ചാൻസ് ആണ്. ഓപ്പൺ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നു. ഇവിടെ നോക്കിയാൽ അറിയാം പ്രൊഡിക്റ്റീവ് ചാനലിലെ ഹൈ ഉണ്ട്. ഇവിടെ R1 പോവാതെ തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി 290 ലെവൽ എന്നത് 279 വരെ. നല്ല വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഷെയർ തന്നിരിക്കുന്നത്. മെട്രോപോളിസ് അതിനകത്തും കണ്ടില്ലേ, പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈ, പ്രീവിയസ് ഡേ ഹൈയുടെ ആ റേഞ്ച് അവിടെ നിന്ന് അത് ചാൻസ് 1874 റേഞ്ച് എന്നത് 1843 നല്ല ചാൻസ് ആയിരുന്നു. അതിനുശേഷം പുതിയ ഹൈ അടിച്ചു, ഇവിടെ അടിച്ചിട്ട് തിരിച്ച് പഴയ റേഞ്ച് ഇറങ്ങി 874 ഇറങ്ങി. വീണ്ടും നമുക്ക് 874 63-4 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പിന്നെന്താണ് പറയുന്നത്, ഈ മെട്രോപോളിസിനകത്ത് നമുക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നാളത്തെ വേറൊരു ഷെയർ ഞാൻ പറഞ്ഞുതരാം. എറ്റേണൽ എന്ന് പറയുന്നത് പണ്ടത്തെ സൊമാറ്റോ 264, 267 റേഞ്ച് ഓപ്പണിങ്ങിൽ വരുവാണെങ്കിൽ അവിടുന്ന് സെല്ലിങ് വരാൻ ആ ഷെയറിനകത്തും ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നെ അടുത്ത ടാറിൽ എന്ന് പറയുന്ന ഷെയർ നോക്കാൻ. കഴിഞ്ഞ ടാറിൽ ടാരിലിനകത്ത് ഇവിടെ നോക്കിയറിയാം, അതും ഇവിടെ ശ്രദ്ധിച്ചറിയാം. പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈ റേഞ്ചും ഈ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈ റേഞ്ചും ഈ ലെവലുകളുടെ ഏതെങ്കിലും കട്ട് ചെയ്യുന്ന ഏരിയ ഒരേ സ്ഥലത്താണെങ്കിൽ അതൊരു ഡബിൾ കൺഫർമേഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈയും ഉണ്ട്, പ്രീവിയസ് ഡേ ഹൈയോ ഏകദേശം ഒരേ റേഞ്ച്. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ 492 നമുക്ക് 483 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ സുമിക്കം എന്ന് പറയുന്നത്, ഇതെല്ലാം ഇന്നലെ നമ്മളെടുത്ത ഷെയറാണ്. ഇടയ്ക്ക് ഇപ്പോൾ 2 ഷെയർ ചെയ്യാൻ മറ്റേ പുതിയ സ്ട്രാറ്റജിയുടെ രീതിയിലുള്ള ഷെയറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. സുമിക്കം ഓപ്പണിംഗ് ഫ്ലാറ്റ് ആയിട്ട് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി 562.90 എന്നത് 546 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം IGIL ഹൈയുടെ അവിടെ വന്നിട്ടില്ലായിരുന്നു. ഗോദ്രേജ് CPM ഫണ്ട് ഷെയറിനകത്ത് ഗോദ്രേജ്
ഗോദ്രേജ് CP വലിയ ചാൻസ് ഒന്നുമില്ല. പക്ഷേ ഫ്യൂച്ചർ ഓപ്ഷൻ ആയതുകൊണ്ട് നല്ല ഇവിടെ ഡൗൺ ഓപ്പണിംഗ് വന്നു. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു 72 എന്നത് 65 വരെ വന്നു. അതിനുശേഷം പുതിയ ഹൈ അടിച്ചു. ഇവിടെ വീണ്ടും ഈ ഇത് ചെയ്ത് കട്ട് ചെയ്ത്. അപ്പം നമ്മൾ നോർമൽ പുതിയ ഹൈ അടിച്ചാൽ നമ്മളിവിടെ എൻട്രി എടുക്കും. പക്ഷേ ഇതിനകത്ത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകും. പിന്നെയും വന്ന് അടിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് ശരിയല്ല. വീണ്ടും കുറച്ച് താഴെ ഇറങ്ങുന്നുണ്ടെങ്കിലും തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നാളെ ഇതിനകത്ത് മൂവ്മെൻറ്റ് ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് അത് പല പ്രാവശ്യം വന്ന് ഹൈ അടിക്കുന്നത്. ഇതല്ല ആ ഷെയറിനകത്താണെങ്കിൽ നമുക്കൊരു പ്രാവശ്യം പണി കിട്ടും. പക്ഷേ നമുക്ക് വേറെ ഷെയറിനകത്തൊക്കെ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒന്നിനകത്ത് ഒരു പ്രാവശ്യം പണി കിട്ടി, രണ്ടാം പ്രാവശ്യം എൻട്രി ചെയ്തിട്ടും വീണ്ടും കിട്ടിയെങ്കിൽ നമ്മൾ മാറുക. അതിനകത്തൊന്നും മാറുവാനുള്ള രക്ഷ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി 2415 എന്ന് 2398 2386. ഇതിനകത്ത് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ തിരിച്ച് വീണ്ടും ഹൈ അടിച്ച് ഇവിടെ വീണ്ടും കൊണ്ടിട്ടാൽ വീണ്ടും നല്ല പ്രോഫിറ്റാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നാളത്തെ വേറൊരു ഷെയർ നോക്കാം. BDL എന്ന് പറയുന്ന ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ. അതിൻ്റെ 1995 2010 റേഞ്ചാണ് അതിൻ്റെ സെല്ലിങ് ഏരിയ. ഒരു പ്രാവശ്യം ആ റേഞ്ച് വരുമ്പോൾ ഈ സെല്ലിങ് റേഞ്ച് വരുന്ന സമയത്ത് അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ അത് സ്റ്റോപ്പ് ആകും. വലിയ മൂവ്മെൻറ്റ് പിന്നെ കാണിക്കത്തില്ല. അന്നേരം ഓർത്തണം ആ ഷെയർ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യം. അപ്പോൾ ആ ഷെയർ നോക്കുക. അതിനുശേഷം IIFL അതും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനകത്താണ്. അതിനകത്ത് രണ്ട് ചാൻസോളം തന്നെന്ന് തോന്നുന്നു. IIFL പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇവിടെ ഇറങ്ങി. ഇവിടെ നമ്മൾ 496 എടുത്താൽ നമുക്ക് 589 വരെ വരുന്നുണ്ട്. അതിന് ശേഷം പോയി അടുത്ത ലെവൽ അടിച്ചു 506 എന്നത് 500. 2 പ്രാവശ്യം മോശമല്ലാത്ത പ്രോഫിറ്റ് ആ ഷെയർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് ചാൻസ് തന്ന ഷെയറാണ്. ഒരു 7-8 ഷെയറുകളും നമുക്ക് നല്ല ചാൻസുകൾ തന്ന ഷെയറാണ്. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകളാണ് ഈ ഷെയറുകൾ. ഇതിനകത്ത് ഈ ഷെയറുകൾ മുഴുവനും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലുള്ള ഷെയർ. അപ്പം ഇത് നോർമലിലും ചെയ്യാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലും ചെയ്യാം. ഇത് വന്നിട്ട് നമുക്ക് പിന്നെ നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്ന ഷെയറൊക്കെ ഈ R1 R2 ഇത് R1 പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നിന്നൊക്കെ നമുക്ക് ചാൻസ് കിട്ടും. നല്ല വോളിയുള്ള ഷെയർ ആയിരുന്നു. ബെൽറൈസ് എന്ന് പറയുന്ന ഷെയറും R1 പിന്നെ പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഈ വെല്ലം എന്ന് പറയുന്ന ഷെയറിനകത്ത് സൂക്ഷിച്ച് ക്വാണ്ടിറ്റി കുറച്ച്, അതിനകത്ത് വോളിയം കാണത്തില്ല ഓപ്പണിങ്ങിലൊക്കെ. അതിനുശേഷം പിന്നെ വോളിയം വരും. പക്ഷേ ഹെവി മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഇതായിരിക്കും. അത് നമ്മൾ ബെസ്റ്റ് 5 എൻട്രിയുടെ സ്ക്രീൻ നോക്കുമ്പോൾ അവിടെ വന്ന് ചെറിയ വോളിയത്തിലായിരിക്കും അത് മൂവ്മെൻറ്റ് കാണിക്കുന്നത്. രാംകി എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് ഉള്ളതാണ്. BF യൂട്ടിലിറ്റി അതും നല്ല ചാൻസ്. 830 840 to 30. അപ്പം ഈ R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. DJML ഹൈ R1 R2 ഓപ്പണിങ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. സോണറ്റ സോഫ്റ്റ്വെയർ പതുക്കെ കയറുന്നുണ്ട്. എന്നാലും നമുക്ക് R1 R2 റേഞ്ചിൽ നിന്ന് ചാൻസ് വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ യൂക്കൻ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് വരുവാണെങ്കിൽ ഓക്കെയാണ്. ഭാരി എനർജിയും ഹൈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് ഓക്കെയാണ്. KPR മില്ല് 1229 R1 പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നിന്നത് ചാൻസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ പുതുതായിട്ട് നോക്കുന്ന രീതിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് PDH എന്ന് ചാൻസ് വരാൻ സാധ്യതയുള്ള ഷെയറുകളാണ് BF യൂട്ടിലിറ്റി, പിന്നെ സോണറ്റ സോഫ്റ്റ്വെയർ, പിന്നെ ഡെലിവറി എന്ന് പറയുന്ന ഷെയർ, നൗക്കരി
പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് വരാൻ സാധ്യതയുള്ള, എന്നാൽ നമ്മൾ വേറെ ഇതിന് മുന്നേ പറഞ്ഞല്ല 490 500 റേഞ്ച് വരുന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിലും അതിനകത്ത് ചാൻസ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഷെയറുകൾ കുറച്ചുണ്ട്, അത് പിന്നെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് നോക്കാം. ലൈവ് മാർക്കറ്റിൽ നമുക്ക് ആ സമയത്ത് ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കി പറയാൻ നോക്കാം ആ സമയത്ത്. ഓക്കെ. പിന്നീട് ഓൾമോസ്റ്റ് എനിക്കൊന്ന് 4 ഷെയർ ഞാൻ പുതിയ രീതിയിലുള്ള ഷെയറിൻ്റെ ചാൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഷെയറുകൾ ശ്രദ്ധിക്കുക, ലെവലുകൾ ശ്രദ്ധിക്കുക. നല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കുക. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ നോക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം നല്ല ഫുൾ 100% എന്ന് തന്നെ പറയാം. പക്ഷെങ്കിൽ വരും ദിവസങ്ങളിൽ എത്ര ഇതാണെന്ന് അറിയത്തില്ല. നമുക്കൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കണ്ണും പൂട്ടി പോയി ട്രേഡ് എടുക്കാതെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. കൃത്യമായ റിസ്ക് റിവാർഡ് വെച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.